സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ മക്കൾക്ക് 10 കൽപ്പനകൾ പഠിപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടും. അവർ മുതിർന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി അവർ നിൽക്കും. ആർക്കും അവരെ ചതിക്കുവാൻ കഴിയില്ല. എല്ലാ രീതിയിലും അവർ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു യൗവനക്കാരൻ ഓടി വന്നു. നല്ല ഗുരോ എന്ന് വിളിച്ചു. നിത്യജീവന്റെ അവകാശിയാകണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് ചോദിച്ചു, കൽപ്പന അറിയാമല്ലോ, ദൈവിക കൽപ്പന അനുസരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് കൽപ്പന എന്ന്. അതായത് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, കള്ളം പറയരുത്, മോഷ്ടിക്കരുത്, കുല ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ. അവൻ പറഞ്ഞു, ഇവയെല്ലാം ഞാൻ ചെറുപ്പം മുതൽ തന്നെ പാലിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ അങ്ങനെ തന്നെ ചെയ്യണം. നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. അതിനുശേഷം വന്നിട്ട് എന്നെ അനുഗമിക്കുക, സ്വർഗത്തിൽ നിനക്ക് സമ്പത്തുണ്ടാകുമെന്ന് പറഞ്ഞു. ശരി കർത്താവ് എന്ന് പറഞ്ഞോ. എന്താണ് പറഞ്ഞത്? അവൻ കർത്താവിനെ അനുസരിച്ചോ? അവൻ വലിയൊരു ധനവാനായിരുന്നതുകൊണ്ട് അവൻ ദുഃഖമുള്ളവനായിട്ട് തിരികെ പോകാനിടയായി. പിന്നീട് അവൻ്റെ പേരോ വിവരമോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നിത്യനരകത്തിലേക്ക് പോകാനിടയായി. എല്ലാം ഞാൻ ചെയ്യുന്നുവെന്ന് നീ പറയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നീ അനുസരിക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ടോ? വചനം കേൾക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദ്യം ആ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ കാണിക്കണം. നോക്കൂ, ഇന്ന് അനേകം ആളുകൾ പറയുന്നുവെങ്കിലും ചെയ്യുന്നില്ല. ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുരടിപ്പിന് കാരണം അതാണ്. ദൈവദാസന്മാരായിരിക്കുന്നതായ ആളുകൾ, ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്യുന്ന ആളുകളെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്. എന്നാൽ എത്ര ആളുകൾ ആ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ദിവസം ഒരു ദൈവദാസൻ, നേരത്തെയൊക്കെ ദൈവദാസന്മാരുടെ വീടുകൾ ചർച്ചിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഈ ദൈവദാസൻ പ്രസംഗിക്കാൻ പോയപ്പോൾ വഴിയരികിൽ വെച്ചൊരു കോഴിയെ കിട്ടി. ആ കോഴിയെ പിടിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞ് കറി വയ്ക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗത്തിന് പോയി. സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം എന്താണെന്ന് വെച്ചാൽ, മോഷ്ടിക്കുവാൻ പാടില്ല, മോഷ്ടിക്കരുത്, മോഷ്ടിക്കുവാൻ പാടില്ല, ആരും മോഷ്ടിക്കരുത്. മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകാനിടയാകും. അങ്ങനെ വളരെ ഗംഭീരമായി പ്രസംഗിച്ചു. പാവം ആ ഭാര്യ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കേണ്ടതല്ലേ, ഭർത്താവിന് കീഴടങ്ങേണ്ടതല്ലേ. അങ്ങനെ കോഴിയെ പിടിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മോഷണം എന്ന ശബ്ദം കേട്ടു. അപ്പോൾ പെട്ടെന്ന് ആ കോഴിയെ വിട്ടുകളഞ്ഞു. അതിനെ വിട്ടിട്ട് സാമ്പാർ വെച്ചു. അങ്ങനെ അദ്ദേഹം പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. ഇനിയും ചോറെടുക്കൂ എന്ന് പറഞ്ഞു. ചോറ് വിളമ്പിട്ട്, കറി എന്തിയേ, അതെന്തിയേ, കോഴി എവിടെ, കോഴിക്കറി എവിടെ? ആ കോഴി നമ്മുടേതല്ലോ. നിങ്ങളുടെ പ്രസംഗത്തിൽ കൂടി ഞാൻ കേൾക്കുവാനിടയായി, മോഷ്ടിക്കുവാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ വിട്ടുകളഞ്ഞു എന്ന് പറയാനിടയായി. വിവരമില്ലാത്തവളെ, പ്രസംഗം അവർക്ക് വേണ്ടിയല്ലേ, നമുക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ പ്രസംഗിച്ചത് എന്ന് പറഞ്ഞു. ഇന്ന് അനേകം ആളുകൾ പ്രസംഗിക്കുകയല്ലാതെ ചെയ്യുകയില്ല. അത് പരീക്ഷാഭക്തിയാണ്. ഒരു മനുഷ്യനെ വിശ്വാസിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും അവർ. എന്നാൽ പിന്നീട് അവൻ്റെ കാര്യമൊന്നും പരിഗണിക്കുകയില്ല. അതാണ് അവരുടെ രീതി. ദശാംശം കൊടുക്കുവാൻ വേണ്ടി എല്ലാവരോടും പറയും, എന്നാൽ ഇവർ മാത്രം ദശാംശം കൊടുക്കുകയില്ല. ഒരു ഗ്രാമത്തിൽ ഞാൻ ദൈവവേല ചെയ്ത സമയത്ത് കുറേ യൗവനക്കാർ നമ്മുടെ സഭയിൽ വന്നിട്ട് ദൈവവാക്യം കേൾക്കുമായിരുന്നു. നമ്മുടെ സഭയിലൊരു മൂപ്പനുണ്ടായിരുന്ന ആ സമയത്ത് എല്ലാവരുടെയും അടുക്കൽ പോയി ദശാംശം, സ്തോത്രകാഴ്ച എല്ലാവരും കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു, അങ്കിൾ എത്രയാണോ കൊടുത്തതെന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ സഭയിലെ മൂപ്പനല്ലേ, ഞാനിതിനാണ് കൊടുക്കുന്നത്, ഞാൻ സഭയുടെ ആളല്ലേ, ഞാനിതിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ലേവ്യർ പോലും അവരുടെ ദശാംശം ദൈവത്തിന് തീർച്ചയായിട്ടും കൊടുക്കണം. എന്നാൽ ഇന്നുള്ള അനേകം ആളുകൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നാം അനുസരിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരത് കേൾക്കും. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ അത് അനേകം ആളുകൾ ശ്രദ്ധിക്കുവാനിടയാകും. ഞാൻ ദൈവത്തെ അനുസരിക്കാതെ എത്ര നല്ല പ്രസംഗം പ്രസംഗിച്ചാലും ആരും തന്നെ അത് ശ്രദ്ധിക്കില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. ആരെങ്കിലും ന്യായപ്രമാണത്തെ പ്രസംഗിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിൽ അല്പനായി തീരുമെന്ന് പറഞ്ഞു. ആരെങ്കിലും ദൈവവചനം പ്രസംഗിച്ചിട്ട് അനുസരിച്ച് ജീവിച്ചാൽ
അവൻ സ്വർഗത്തിൽ വലിയവനായിരിക്കും എന്നും കർത്താവ് പറയാനിടയായി. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വലിയവർ ആയിരിക്കണം. ദൈവത്തിൻ്റെ വചനം നാം അനുസരിച്ചാൽ നാം വീണുപോകില്ല. പലരും പറയാറുണ്ട്, അവർ പറഞ്ഞത് കേട്ടാണ് എനിക്ക് നഷ്ടം വന്നത്, അയാൾ പറഞ്ഞത് കേട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കേട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര നഷ്ടം വന്നത് എന്ന് പറയുന്ന അനേകം ആളുകളുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുക. എത്രത്തോളം നീ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവോ അത്രത്തോളം നിന്റെ മനസാക്ഷി ഉണർത്തപ്പെടുവാനിടയാകും. ഓരോ വിഷയങ്ങളെക്കുറിച്ചും കർത്താവേ ഇത് ചെയ്യണമോ വേണ്ടയോ എന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ നിനക്ക് കഴിയും. ഒരു വിഷയം വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണോ അതോ ദൈവത്തിൻ്റെ ഹിതം അല്ലയോ എന്ന് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്, വേദപുസ്തകം ധ്യാനിക്കുക, ബൈബിൾ വായിക്കുക, ബൈബിൾ വായിക്കുക. എത്ര പേർ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പേരുണ്ട്. എന്താണ് വായിച്ചതെന്ന് ചോദിച്ചാൽ പിന്നെ കുഴപ്പമാകും. ഒരു പയ്യനോട് ചോദിച്ചു, ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞു. എന്താണ് വായിച്ചത്? മോഷ്ടിക്കാൻ പാടില്ലെന്ന് വായിച്ചു. ഇന്നലെ എന്താണ് നീ വായിച്ചത്? കള്ളം പറയാൻ പാടില്ല എന്ന് വായിച്ചു. അതിനു മുമ്പ് എന്താണ് വായിച്ചത്? യേശു കണ്ണുനീർ വാർത്തുന്നു. അതിനു മുമ്പ് ആത്മാവിൽ ബലപ്പെടുക എന്ന് വായിച്ചു. ഏതു ഭാഗത്താണ് നീ വായിച്ചത്? കലണ്ടറിൽ നിന്നാണ് വായിച്ചത് ബ്രദർ എന്ന് പറഞ്ഞു. കലണ്ടറിൽ ചെറിയ ചെറിയ വചനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, ആ കലണ്ടർ കൊണ്ടുവന്നിട്ട് കണ്ണാടിയുടെ അരികിൽ കൊണ്ട് തൂക്കിയിടും. ബൈബിൾ വായിക്കാതെ കോളേജിൽ പോകല്ലെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആ ചെറിയൊരു വചനം വായിച്ചിട്ട് നേരെ കോളേജിൽ പോകും. പിന്നെ ഞാൻ ചോദിക്കും, ഇന്നലെ എന്താണ് കഴിച്ചത്? 7 ഇഡലിയാണ് കഴിച്ചത്. പിന്നെ ഞാൻ എന്താണ് 3 ചപ്പാത്തി കഴിച്ചു. ഇന്നെന്താണ് കഴിച്ചത്? 4 ദോശ. എന്തിനാണ് അത്രയും കഴിക്കുന്നത്? ചെറിയൊരു ദോശയുടെയും ഇഡ്ഡലിയുടെയും മുറി കഴിച്ചാൽ പോരെ? അങ്ങനെ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ കാറ്റ് വീശിയാൽ വീണു പോകുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് വചനം നിങ്ങളുടെ ഹൃദയത്തിലെ ദാഹം തീരുന്നതുവരെയും വായിക്കണം. എത്ര അധ്യായങ്ങൾ വായിച്ചു, എത്ര വാക്യങ്ങൾ വായിച്ചു എന്നത് അല്ല പ്രധാനമായിട്ടുള്ളത്. ഈ ദിവസം ദൈവം എന്നോട് സംസാരിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടുന്നതുവരെയും വായിക്കണം. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എല്ലാ ദിവസവും 3 അധ്യായങ്ങളും ഞായറാഴ്ച 5 അധ്യായങ്ങളും വെച്ച് വായിക്കുവാൻ കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ബൈബിൾ പൂർണ്ണമായിട്ടും ഒരു തവണ വായിച്ചു തീർക്കാൻ കഴിയും. ഒരുപാട് നാളുകളായിട്ട് വിശ്വാസത്തിലായിരിക്കുന്ന ആളുകളും പലപ്പോഴും ഒരു തവണ പോലും ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കാത്ത ആളുകളുണ്ട്. അവരെങ്ങനെയാണ് വായിക്കുന്നത്? ബൈബിൾ തുറന്നിട്ട് ഒരു വചനം വായിക്കും, കർത്താവ് പുറപ്പെട്ടു. എന്തിനാണ് പുറപ്പെട്ടത്? ആർക്കറിയാം? ദൈവമേ സ്തോത്രം. യഹോവ ആലയം പണിക്ക് വേണ്ടി അവരെ നിയമിച്ചു. ആരെ നിയമിച്ചു? എന്തിനു നിയമിച്ചു? ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവൻ. അതെ, യഹോവ നല്ലവനാണ്. കർത്താവേ, എനിക്ക് കുറച്ച് പണം തരുമോ? എന്താണ്? അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലായില്ല. ബൈബിൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയ ഗ്രന്ഥമാണ്. 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും അടങ്ങുന്ന സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം. ഇത് 40 ഗ്രന്ഥകർത്താക്കൾ 1600 സംവത്സരം കൊണ്ട് 3 വ്യത്യസ്തമായ ഭാഷകളിൽ എഴുതിയതാണ്. എന്നാൽ ഇവർ ഒരുമിച്ച് കൂടി ആലോചിച്ചെഴുതിയതായ പുസ്തകമല്ല. ഇവർ പല പല ഇടങ്ങളിലിരുന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ ഇതിൽ വ്യത്യസ്തമായ അല്ലെങ്കിൽ ചേർച്ചയില്ലാത്തതായ ഒരു കാര്യവും കാണുകയില്ല, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് വേദപുസ്തകം വായിക്കണം. ചിലർ വല്ലപ്പോഴുമാണ് ബൈബിൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടി ബൈബിൾ വായിക്കും. ഒരു ദിവസം ഒരുത്തൻ കർത്താവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നു. യൂദാ ഇസ്കരിയോത്ത് പോയി തൂങ്ങിച്ചാകാനിടയായി എന്ന് വായിച്ചു. അയ്യോ, എന്താണ് കർത്താവ് എന്നോട് വാസ്തവമായിട്ട് സംസാരിക്കണമേ, സത്യമായിട്ട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും തുറന്നു. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന വചനം കിട്ടി. വീണ്ടും 3-ാം പ്രാവശ്യം കർത്താവ് 3-ാമത്തെ പ്രാവശ്യമാണ് വ്യക്തമായിട്ട് സംസാരിക്കണമേ, സത്യമായിട്ട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും തുറന്നു. നീ ചെയ്യുവാൻ ആലോചിച്ചത് വേഗം പോയി ചെയ്യുക. ഈ വചനങ്ങളെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്. പിശാച് പോലും നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ചില വചനങ്ങൾ എടുത്ത് സംസാരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി വേദപുസ്തകം വായിക്കുന്നതായ വ്യക്തികളുണ്ട്. വചനത്തിൽ കൂടി ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കി ബൈബിൾ വായിക്കുന്നവരുമുണ്ട്. മദ്യപിക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? മദ്യപാനം നല്ലതാണ്, ശരിയാണ് എന്ന് പറയത്തക്ക രീതിയിലൊരു വചനം കിട്ടണം, അതിനുവേണ്ടി വായിക്കും. അങ്ങനെ അല്പം മദ്യപാനം നിനക്ക് നല്ലതാണ് എന്നുള്ളതായ ഒരു വചനം, ആ വചനം അവൻ പിടിക്കുവാൻ ഇടയാകും. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പഗ് മാത്രം അടിക്കുന്നത്. ഞാൻ അല്പം മാത്രമേ കുടിക്കുകയുള്ളൂ, അത് ആരും കാണാതെ രഹസ്യമായിട്ട് കുടിക്കും. ബൈബിളിൽ അല്പം വീഞ്ഞു കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വലിയ മദ്യപാനിയൊന്നുമല്ലല്ലോ, കുപ്പിയും പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലല്ലോ, ഞാൻ അല്പമേ കുടിക്കുള്ളൂ എന്ന് പറയാനിടയാകും. അറിയാമോ, മദ്യപിക്കുന്നവരെല്ലാം ആദ്യം തന്നെ 2 കുപ്പി കുടിക്കുന്നവരല്ല, ആദ്യം ഒരു പെഗ് വെച്ച് കുടിക്കും.
പിന്നെ ഒരു ഗ്ലാസ് വെച്ച് കുടിക്കും. അതിനുശേഷമാണ് കുപ്പിക്കണക്കിന് കുടിച്ചിട്ട് തൻ്റെ ശരീരം മുഴുവനും നശിപ്പിക്കുന്നത്. ഇന്നിവിടെ മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ മദ്യപാനം നിങ്ങളെ നശിപ്പിക്കുന്നതാണ്. ബൈബിളിൽ ഒരു വചനം വായിക്കുമ്പോൾ അത് വിശദമായിട്ട് മുൻപും പിൻപും എല്ലാം വായിച്ചു നോക്കുക. ആർക്ക് കഷ്ടം, ആർക്ക് ദുഃഖം, ആർക്ക് ഹേതുവില്ലാത്ത മുറിവുകൾ വീഞ്ഞു കുടിക്കുന്നവർക്കാണല്ലോ. എന്നെ അടിച്ചാലും എനിക്ക് വേദന അറിയില്ല എന്ന് പറയും. നടുവ് സമുദ്രത്തിൽ കിടക്കുന്ന അവസ്ഥയാണ്. ആ ലഹരി ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും പോയി കുടിക്കാനിടയാകും എന്ന് സദൃശവാക്യങ്ങൾ 23-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ബൈബിൾ നാം നന്നായിട്ട് വായിച്ചാൽ മറ്റാരും തന്നെ നമുക്ക് പറഞ്ഞു തരേണ്ടതായ കാര്യമില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ വചനം നാം അനുസരിച്ചാൽ നമ്മെപ്പോലെ ഭാഗ്യവാന്മാർ, നമ്മെപ്പോലെ ശ്രേഷ്ഠരായ വ്യക്തികൾ ഈ ലോകത്തിൽ മറ്റാരും തന്നെയില്ല. ദൈവം പറഞ്ഞത് അനുസരിക്കുന്നത് വളരെ പ്രധാനമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരുപാട് വാക്കുകൾ ഞങ്ങൾ പറയാറുണ്ട്. ദൈവത്തിൻ്റെ മനസ്സാണ് ഞങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ ആലോചനകൾ, അവൻ്റെ ചിന്തകൾ, ഇവയാണ് നാം കേൾക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നാം ക്രമീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ നേരെയാക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നാം അവയെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ക്രിസ്ത്യാനിത്വം ഉണ്ടാകും. അപ്പോഴാണ് നാം യഥാർത്ഥമായും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോഴാണ് നമ്മളുടെ മക്കളും മക്കളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാനിടയാകുന്നത്. അവനെ അനുസരിക്കുമ്പോൾ അതെത്രയോ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരുണ നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് വിലപേശുന്നില്ല, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തു തരാമെന്ന്. അവൻ ഒരേ ഒരു കാര്യം പറയുന്നു, എന്നെ അനുസരിക്കുക, എൻ്റെ വാക്കു കേൾക്കുക. എൻ്റെ വാക്ക് കേട്ട് ആരാണ് എന്നെ അനുസരിക്കുന്നത് അവനെ ഞാൻ അനുഗ്രഹിക്കുവാൻ ഇടയാകുമെന്ന് പറഞ്ഞു. അല്ലാതെ നാം എന്താണ്, വെള്ളവസ്ത്രമാണോ ധരിച്ചത്, സ്വർണം ഉപേക്ഷിച്ചോ, എന്ത് കാര്യം ചെയ്തു, അതൊന്നും ദൈവം നോക്കുന്നില്ല. അവൻ്റെ വചനത്തിൽ ഭയന്ന് വിറയ്ക്കുന്നവരുടെ മേൽ അവൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളയാതെ അവൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിക്കുക. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ഉപദേശം കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മറിയ ഉത്തമമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളിൽ നിന്ന് അത് എടുത്ത് കളയുകയില്ല. ദൈവവചനം നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കുമ്പോൾ നീ നന്മ പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും. നിന്റെ മനസ്സാക്ഷി ഉണർന്നിരിക്കും. പാപം നിന്റെ അരികിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സാക്ഷി നിനക്ക് മുന്നറിയിപ്പ് നൽകും. ഹൃദയം നിനക്ക് മുന്നറിയിപ്പ് നൽകും. നീ പറയുന്നത് തെറ്റാണ്, പോകുന്ന വഴി തെറ്റാണ്, ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല എന്ന് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിനക്ക് പെട്ടെന്ന് ദൈവത്തെ അനുസരിക്കുവാനും അവൻ്റെ ഹിതം ചെയ്യുവാനും സാധിക്കും. ദൈവത്തെ അനുസരിക്കാം, അവൻ്റെ വചനപ്രകാരം ജീവിക്കാം, അനുഗ്രഹിക്കപ്പെട്ട ഈ ലോകത്തിന് സാക്ഷ്യമാകാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ജീവിതം ഇങ്ങനെ ആകുന്നു എന്ന് മറ്റുള്ളവർ കാണേണ്ടതിന് കുടുംബക്കാർ കാണുവാൻ ഇടയാകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സുവെച്ചു കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും എന്ന് വായിക്കുന്നു. മറുത്ത് മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളതായ നന്മ അനുഭവിക്കാനിടയാകും. ഭൂമിയിൽ ആനന്ദത്തോടെയായിരിക്കും, നിങ്ങൾ സന്തോഷത്തോടെയായിരിക്കും, നിങ്ങൾ സമാധാനത്തോടെയായിരിക്കും. എന്താണ്? പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന ലേവ്യ പുസ്തകത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാനൊരു ദിവസം ലണ്ടനിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ വലിയൊരു വാൾ പോസ്റ്ററിൽ ഒരു പന്നിയുടെ ചിത്രമൊക്കെ വരച്ചിട്ട് അതിന് വലിയൊരു കിരീടമൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ചുവന്ന കളറുള്ള പന്നികളാണ്, അല്ലാതെ വെള്ളയല്ല. ഇവയെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, ഇതെന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എല്ലായിടത്തും സിനിമാ നടന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെയാണ് ഫ്ലക്സുകൾ വലുതായിട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ് പന്നിയുടെ പടമെടുത്ത് ഫ്ലക്സാക്കി വെച്ചിരിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് അതിനൊരു കിരീടവും വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, ആ ദേശത്തിലുള്ള ആളുകൾക്ക് പന്നിമാംസം എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് സാൻഡ്വിച്ച് കൊണ്ടുതന്നു. ഞാൻ ചോദിച്ചു, ഇതിനകത്തിരിക്കുന്ന ഏത് ആഹാരമാണെന്ന്. അപ്പോൾ പറഞ്ഞു, പന്നിമാംസം. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അവിടെയുള്ളവരുടെ പ്രധാന ഭക്ഷണമാണിത്. എന്താണ്? നാം ദൈവം പറഞ്ഞിരിക്കുന്നതായ വാക്കുകൾക്ക് എതിരായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം സ്വൈൻ ഫ്ലൂ എന്ന് പറയാറുണ്ട്. അതെന്താണ്? പന്നിപ്പനി. അതുപോലെ ചിക്കൻ ഗുനിയ എന്ന് പറയും. എങ്ങനെയാണ് ഈ ചിക്കൻ ഗുനിയ ഒക്കെ വന്നത്? ഇതുപോലെ തന്നെ പല പല പക്ഷികളിൽ കൂടി കടന്നു വന്ന പകർച്ചവ്യാധിയാണ്. ദൈവം അരുത് എന്ന് പറഞ്ഞതിനെ മനുഷ്യൻ ആചരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നാശം വരുത്തുകയാണ്. നിങ്ങൾ നല്ല ആഹാരം കഴിക്കുക,
കഴിക്കുവാൻ യോഗ്യമല്ലാത്തവ നിങ്ങൾ എന്തിനാണ് കഴിക്കുന്നത്? സംതൃപ്തി നൽകാത്തതിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ അധ്വാന ഫലത്തെ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പുകവലിക്കരുത് എന്ന് പൊതുസ്ഥലങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ അത് പറയുന്നു. പബ്ലിക് പ്ലേസിൽ വലിക്കുവാൻ പാടില്ല. നീ ബാത്റൂമിൽ കയറി കതകടച്ച് സിഗരറ്റ് വലിക്കൂ. നിന്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അടുത്ത് കിടത്തിയിട്ട് നീ പുകവലിച്ചുകൊള്ളൂ. നിനക്കും നിന്റെ മക്കൾക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പബ്ലിക് പ്ലേസിൽ മാത്രം വലിക്കുവാൻ പാടില്ല. അതെന്താണ് അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ചിലരുണ്ട്, സിഗരറ്റ് വലിക്ക് അടിമയായിരിക്കുന്ന ആളുകൾ പലപ്പോഴും പറയും, അണ്ണാ ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്ന്. എന്നിട്ട് പെട്ടെന്ന് പോകും. ഒരു ദിവസം ഞാൻ ഒരുവരെ പിടിച്ചു നിർത്തി. നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്താണ് പ്രശ്നം? എവിടെ പോകുന്നു? സോറി ബ്രദർ, എനിക്കിത് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. രസത്തിന് തുടങ്ങിയാണ്, ഇപ്പോൾ നിർത്താൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചത്? 6 അടി നീളമുള്ള മനുഷ്യനെ 6 ഇഞ്ച് നീളമുള്ള ഒരു സിഗരറ്റ് കീഴടക്കുവാനിടയായി. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു ദുശീലവുമില്ല, ഒരു ചെറിയൊരു മുറിബീടി വലി മാത്രമാണ്, അതുമാത്രം ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അതൊന്നുമല്ല കാര്യം. അതൊക്കെ ഇപ്പോൾ പഴയ ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴാളുകൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? പാൻപരാഗ്. പിന്നെ നിനക്ക് ക്യാൻസർ വരണമെങ്കിൽ നീ ഇതുമാത്രം ഉപയോഗിച്ചാൽ മതി, വേറൊന്നും ഉപയോഗിക്കേണ്ടതായ കാര്യമില്ല. ഇത് വായിൽ വെച്ചാൽ മാത്രം മതി. 2-3 മാസത്തിനുള്ളിൽ പുണ്ണു പിടിച്ചിട്ട് ക്യാൻസർ ആണെന്ന് പറയുവാൻ ഇടയാകും. ക്യാൻസർ, ക്യാൻസർ, ക്യാൻസർ ഭയങ്കരമായ രോഗമാണിത്. അതിൻ്റെ രോഗാണുക്കളെ കൊല്ലുവാൻ വേണ്ടി കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ശരീരത്ത് ഒരുപാട് വേദന അനുഭവിക്കും, ഒരുപാട് ബലഹീനത. എത്ര ഗൗരവമായ സീരിയസ് ആയ രോഗമാണെന്നറിയാമോ? നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് പോയിട്ട് വീണ്ടും അടുത്ത ഭാഗത്ത് വരുവാൻ ഇടയാകും. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്തത് കൊണ്ട്? ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിച്ച് ആരോഗ്യത്തോടെ ആയിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ നാം തിന്നാൻ പാടില്ലാത്തത് തിന്ന്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത്, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ പിശാചിന്റെ വാക്ക് കേട്ട്, പിശാചിന്റെ വാക്കിനും ദൈവത്തിന്റെ വാക്കിനുമുള്ള പ്രത്യേകത എന്താണ്? അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഈ പഴം തിന്നുന്ന നാളിൽ നിശ്ചയമായും മരിക്കും എന്ന് ദൈവം പറഞ്ഞു. പിശാച് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പഴം തിന്നുകയാണെങ്കിൽ ഒരിക്കലും മരിക്കില്ല. പുതിയ സബ്ജക്റ്റ് അല്ല, പഴയ സബ്ജക്റ്റ് തന്നെ നേരെ ഓപ്പോസിറ്റ് ആക്കി മാറ്റി. നിശ്ചയമായി മരിക്കുമെന്ന് പറയുമ്പോൾ പിശാച് എന്താണ് പറയുന്നത്? നിങ്ങൾ മരിക്കുകയേ ഇല്ല. നോക്കൂ, ഇന്ന് അനേകം ആളുകൾ പിശാചിന്റെ വാക്ക് കേൾക്കുന്നത് കൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ ഇന്ന് അസമാധാനം ഉണ്ടാകുന്നത്. സന്തോഷമില്ല, കുടുംബത്തിൽ ശാന്തിയില്ല, അനാരോഗ്യം, ബലഹീനതകൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു. ദയവ് ചെയ്ത് ഈ ദിവസം മാതാപിതാക്കളെ അനുസരിക്കാതെ മറുതലിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് നിന്റെ സ്വന്തം മാതാപിതാക്കളെയും നിന്റെ ദൈവത്തെയും ദുഃഖിപ്പിക്കുന്ന വ്യക്തികളായിരിക്കുന്നു എങ്കിൽ പശ്ചാത്തപിക്കുക. മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ ആസ്തി എനിക്ക് നൽകുക, എനിക്ക് പോകണമെന്ന്. അവിടെ എഴുതിയിട്ടില്ല എങ്കിലും തീർച്ചയായും പിതാവ് ഇങ്ങനെ ചോദിച്ചിരുന്നിരിക്കാം, എന്തിനാണ് നിനക്കിപ്പോൾ വസ്തു നൽകേണ്ടത്? ഇവിടെ നിനക്ക് എന്തു കുറവാണുള്ളത്? നല്ല ആഹാരമില്ലേ? നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? പിന്നെ നിനക്ക് നല്ല ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ തരുന്നില്ലേ? നിനക്ക് മോട്ടോർ ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ മോട്ടോർ ബൈക്ക് വാങ്ങിത്തന്നില്ലേ? നീ പറഞ്ഞതെല്ലാം വാങ്ങിത്തരുന്നില്ലേ? നീ ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ വാങ്ങിച്ചു തരുന്നില്ലേ? നിനക്കിവിടെ എന്തു കുറവാണ് ഉള്ളത്? ഇവിടെ ഒരുപാട് പണിക്കാറുണ്ട്, അവർ നല്ല ആഹാരം വെച്ച് തരുന്നു, എല്ലാ രീതിയിലും അവർ നിന്നെ സഹായിക്കുന്നു. പിന്നെ നീ എന്തിനാണ് പോവുകയാണെന്ന് പറയുന്നത്? അപ്പോൾ ആ പയ്യൻ എന്ത് പറഞ്ഞിരിക്കും എന്നറിയാമോ? എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ ഇവിടെ എൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളതുപോലെ എനിക്ക് ചിലവഴിക്കണം. അവൻ്റെ സ്വത്തെല്ലാം വാങ്ങിയിട്ട് ദൂരദേശത്ത് പോയി ആഡംബരമായി ജീവിച്ച് തൻ്റെ സമ്പത്തെല്ലാം നഷ്ടമാക്കാനിടയായി. നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടായിരിക്കുന്ന സമയത്തിന്, നല്ല സൗന്ദര്യമുണ്ടായിരിക്കുമ്പോൾ, ആരോഗ്യമുണ്ടായിരിക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ വരും. എന്നാൽ നീ രോഗിയായി തീർന്നാൽ ആരും തന്നെ നിന്റെ അരികിൽ വരില്ല. നിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുമ്പോൾ ആരും തന്നെ നിന്റെ മുഖം നോക്കില്ല. ആളുകൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നിട്ട് മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് ഇവരാണ് നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ഇവർ വിചാരിക്കുന്നു. ആ മുടിയനായ പുത്രന് സകലതും നഷ്ടമാകാനിടയായി. ഒരു കൂട്ടുകാരനും അവന് ആഹാരം കൊടുത്തില്ല. അവന് നല്ലൊരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. അവൻ ജോലി അന്വേഷിച്ചു നടന്നു, ആരും ജോലി കൊടുത്തില്ല. അവസാനം പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ആ കാലത്ത് യഹൂദന്മാർ പന്നിയെ തൊടുക പോലുമില്ല. ഇപ്പോഴും പന്നിമാംസം അവർക്ക് നിഷിദ്ധമായതാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് പന്നി അശുദ്ധമായതാണ്, അവയെ തൊടുക പോലും ഇല്ല.
അതിൻ്റെ അടുത്തുപോലും പോകില്ല. അങ്ങനെ കൃത്യനിഷ്ഠയുണ്ടായിരുന്നതായ ഈ യഹൂദ ബാലൻ അവസാനം പന്നിയെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടു. അവസാനം പന്നികൾ കഴിക്കുന്നതായ തീറ്റ തിന്ന് വയറ് നിറയ്ക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. അത്രമാത്രം അവൻ താഴാനിടയായി. ആ പന്നിയുടെ തീറ്റ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? വാളവിര. എന്താണ് അതെന്താണ്? വാളവിര. ഒരു സിഗരറ്റ് എത്ര വലിച്ചാലും അവന് തൃപ്തി ഉണ്ടാകുമോ? ഒരു ദേവദാസൻ പറഞ്ഞു, കാണുവാൻ കണ്ണ് തന്നു, കഴിക്കുവാൻ വായ് തന്നു എന്ന്. ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരോ അവയവങ്ങൾ നൽകിയിരിക്കുന്നു. സിഗരറ്റ് വലിക്കുന്നത് നമുക്ക് ആവശ്യമായിരുന്നെങ്കിൽ നമ്മുടെ തലയിൽ ദൈവം ഒരു ചെമ്മീന് വെച്ചിട്ട് ഭൂമിയിലേക്ക് അയക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അത് നമുക്ക് ആവശ്യമില്ല. പുകവലി കുറ്റകരമാണ്. എന്തിനാണ് പുകവലിക്കുന്നത്? ഒരു പാസ്റ്ററിന്റെ അടുത്ത് ഒരു പയ്യൻ വന്നിരിക്കുകയാണ്. അവിടെ വന്നിരുന്ന് സിഗരറ്റ് വലിച്ചപ്പോൾ പാസ്റ്റർ പെട്ടെന്ന് മൂക്ക് പൊത്തി. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് സാർ, അങ്ങയ്ക്ക് പിടിക്കില്ലേ എന്ന്. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, ആട്ടെ, നിനക്ക് പിടിക്കുമോ എന്ന്. നിനക്കത് പിടിക്കുമെങ്കിൽ നീ വലിക്കുന്നതായ പുക നിന്റെ വയറ്റിൽ പോയി ഇരിക്കേണ്ടതല്ലേ? അത് മൂക്കിൽ കൂടിയും ശ്വാസനാളത്തിൽ കൂടിയെല്ലാം പോയിട്ട് പിന്നെന്തിനാണ് തിരിച്ചു വരുന്നത്? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചവെള്ളം നാം കുടിക്കുകയാണെങ്കിൽ പിന്നെ അത് മൂക്കിൽ കൂടി വെളിയിലേക്ക് വരുമോ? നാം ആഹാരം കഴിച്ചാൽ അത് മൂക്കിൽ കൂടിയും വായിൽ കൂടിയും പിന്നെ തിരികെ വരുമോ? നാം ആഹാരം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ പോയി ദഹിക്കാനിടയാകും. അത് ആഹാരമാണ്, നന്മയ്ക്കാണ്. എന്നാൽ ആവശ്യമില്ലാത്തതായ പുക അകത്തു പോയി അതുപോലെ തന്നെ തിരിച്ചു വരും. ഇന്ന് ആഹാരമല്ലാത്തതിനു വേണ്ടിയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത്. സംതൃപ്തി നൽകാത്തതിനു വേണ്ടിയാണ് പണം ചിലവഴിക്കുന്നത്. ദൈവത്തിന്റെ വചനം നാം അനുസരിച്ചാൽ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമായിട്ട് കാത്താൽ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവവും ദൈവത്തിനുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന വചനം നിങ്ങൾ വായിച്ചാൽ, നിങ്ങളുടെ ശരീരം നിങ്ങൾ ശുദ്ധിയോടെ കാക്കും, നിങ്ങളുടെ ദേഹത്തെ നിങ്ങൾ പരിശുദ്ധിയോടെ കാക്കും. സെന്റ് അഗസ്റ്റിൻ എന്ന ദേവദാസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം വഴിയിൽ കൂടി പോകുന്ന സമയത്ത്, പാട്ട് കഴിഞ്ഞിട്ട് പ്രസംഗം കേൾക്കാതെ പോകാൻ തുടങ്ങിയ സമയത്ത്, മാതാവ് ഒരുപാട് ദൂരത്തിരുന്ന് ആ കുട്ടിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ തറയിൽ ആണിയടിച്ചുറപ്പിച്ചതുപോലെ അവിടെ നിന്ന് തിരിഞ്ഞു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മാതാവിന്റെ പ്രാർത്ഥനയിൽ കൂടി വലിയ വിടുതൽ വന്നു. മുഴങ്കാലിൽ വീഴുവാനിടയായി. എൻ്റെ ശരീരത്തെ നശിപ്പിച്ചു എന്ന് ഏറ്റുപറഞ്ഞു. എൻ്റെ മാതാവിനോട് ഞാൻ മറുതലിച്ചു. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുവാൻ ഇടയായി. തിരികെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഒരു വേശ്യ വഴിയരികിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹം അവളുടെ അടുക്കൽ പോകുന്നവനാണ്. അവൾ അകത്തേക്ക് കയറിപ്പോകാനിടയായി. ഇദ്ദേഹം നേരെ നടന്നു പോവുകയാണ്, അവളെ നോക്കാതെ. പെട്ടെന്ന് അവൾ തിരികെ വന്ന് വിളിച്ചു, അഗസ്റ്റിൻ, അഗസ്റ്റിൻ, ഐ ആം ഷീ എന്ന് വിളിച്ചു പറഞ്ഞു. അഗസ്റ്റിൻ, അഗസ്റ്റിൻ, ഞാൻ തന്നെയാണ് അവൾ എന്നാണ് പറഞ്ഞത്. അവൻ തിരിഞ്ഞു നോക്കാതെ പോലും പറഞ്ഞു, യു മേ ബി ഷീ ബട്ട് ഐ ആം നോട്ട് ഹീ എന്ന്. നീ അവളായിരിക്കാം, പക്ഷേ ഞാൻ അവനല്ല എന്ന് പറഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായിട്ട് തീർന്നിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ വിശുദ്ധനായ അഗസ്റ്റിൻ എന്നാണ് അവനെ വിളിക്കപ്പെട്ടത്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതിതാണ്, എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ പ്രവാഹത്തിൽ ഞാൻ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ഒഴുകി വരുവാനിടയായി എന്ന്. അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പിതാക്കന്മാരെ, അതിരാവിലെ എഴുന്നേറ്റ് ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. എങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കും. ഈ ലോകത്തിൽ മാതാപിതാക്കൾക്ക് യഥാർത്ഥമായും അവർ നേടിയെടുത്തത് എന്താണ്? 5 മക്കളുണ്ട്. അവർ 5 പേരും മദ്യപാനികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കുമോ? പറയുക. മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണ്? 5 പൈസ കയ്യിലില്ല എങ്കിലും 5 ആത്മീയരായ മക്കളുണ്ട് എങ്കിൽ യൗവനകാലത്തിലെ മക്കൾ ബലവാന്റെ കയ്യിലെ അസ്ത്രം പോലെ ആയിരിക്കുന്നുവെന്ന് വചനം പറയുന്നു. നമ്മുടെ മക്കൾ നശിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നശിച്ചു പോയതുപോലെയാണ്. നമുക്കൊന്നും നേടിയതായിട്ട് കാണില്ല. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വചനം പറയുന്നു. വചനത്തെ പറയുക, സുവിശേഷം മറ്റുള്ളവരോട് പറയുക. ദയവ് ചെയ്ത് തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു നല്ല സമയമാണ്. കർത്താവിന് നിന്നെ തന്നെ സമർപ്പിക്കുന്ന സമയമാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നാം അനുഗ്രഹിക്കപ്പെട്ട്, ദൈവത്തിന്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെട്ട്, ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് മാറാം. ദൈവവചനം വിശ്വസിക്കാം, അത് നമുക്ക് നീതിയായി തീരാനിടയാകും. വചനത്തിൽ ആശ്രയിക്കാം, അത് നമുക്ക് ആശ്വാസകരമായി തീരും. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാം, ദൈവിക മർമ്മങ്ങളെ നമുക്കപ്പോൾ മനസ്സിലാക്കുവാൻ ഇടയാകും. എല്ലാ വ്യക്തികളും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന.
പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം ഇപ്പോൾ ഒന്ന് ദർശിക്കണമേ. കർത്താവേ, ഇവിടെ ആരാണോ യഥാർത്ഥമായിട്ടും പറയുന്നത്, ഇതാ കർത്താവേ, എൻ്റെ ജീവിതം ഇപ്പോൾ നശിച്ചു പോയിരിക്കുകയാണ്, ഇനിയും ഞാൻ നിന്റെ വചനം കേട്ട് ജീവിക്കാൻ കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്, എന്നെ നേരെയാക്കണമേ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, അവരെ ഇപ്പോൾ തന്നെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ, അനുഗ്രഹിക്കുകയാണ് കർത്താവേ. സമർപ്പണത്തോടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവിക അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന്, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. യൗവനക്കാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആരും നശിച്ചു പോകുവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാ യൗവനക്കാരെയും നീ സ്നേഹിക്കുന്നുണ്ടല്ലോ കർത്താവേ. ബാല്യകാലത്ത് നിന്റെ മുഖം ചുമക്കുന്നത് നന്നാണെന്ന് പറഞ്ഞല്ലോ. യൗവനക്കാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ബാലന്മാരെയും എല്ലാ യൗവനക്കാരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മറുതലിക്കുന്നവരുടെ സ്വഭാവത്തെ എടുത്തു മാറ്റണമേ. അനുസരിക്കുവാനുള്ള മനസ്സവർക്ക് കൊടുക്കണമേ. ദൈവത്തെ അനുസരിക്കുവാൻ അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ ജീവിതങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രയോജനമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ കടബാധ്യതയിൽ, ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയി, അനുസരണക്കേട് മൂലമുണ്ടായതായ രോഗത്തിൽ അകപ്പെട്ടുകൊണ്ട്, അതുപോലെ ക്ഷാമത്തിൽ ആയിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം ദർശിക്കണമേ. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണ് കർത്താവേ. പുതിയൊരു ജീവിതം അവർക്കെല്ലാവർക്കും കൊടുക്കണമേ. ജീവിതത്തിൽ സമൃദ്ധി കൊടുക്കുമാറാകണമേ. നീ നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുന്ന പിതാവായ ദൈവമാകുന്നുവല്ലോ. ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന നിന്റെ സകല മക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ നിന്റെ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.